പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇറ്റ്സ് മീ എവ്ലിൻ ഫ്രം ജർമ്മനി. കൂട്ടുകാരെ, ഞാൻ ബർഗർ മേടിക്കാൻ വന്നതാണ്. പുറകിൽ ബർഗറിൻ്റെ വണ്ടി കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താമെന്ന് വെച്ച്. ഇത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ വില കണ്ടോ? 15 യൂറോ എന്ന് പറയുമ്പം നാട്ടിൽ ഒരു 1400 രൂപ വരും. അടുത്തതായിട്ട് കൂവച്ചെടി. കൂവച്ചെടിയാണോ പൂവച്ചെടിയായിരിക്കും? പൂവച്ചെടി വിൽക്കുന്നു. ഇനി അടുത്തതായിട്ട് നോക്കിക്കോട്ടോ, നല്ല ചേമ്പില വിൽക്കുന്നു. അപ്പം ഇതൊക്കെ ഇവിടുത്തെ വലിയ അട്രാക്റ്റീവായിട്ടുള്ള ഓരോരോ ചെടികളാണ്. ഇതിനൊക്കെ ഭയങ്കര വിലയുമാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ കാട്ടിലൂടെ വളരുന്ന ചെടികൾ. സൂര്യകാന്തി നിൽക്കുന്നു. പിന്നെ ഞാനും ചെമ്പരത്തി ചെടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി പൂ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീൻ എൻ്റെ വീക്ക്നെസ്സാണ്. ഈ കാണുന്നതാണ് എൻ്റെ ചെമ്പരത്തി ചെടി. ഇനി ചെമ്പരത്തി ചെടി അവിടെ ഒന്ന് സൂം ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. പുറത്തുതാ ഇപ്പോഴും ആപ്പിൾ നിൽപ്പുണ്ട് കേട്ടോ ഗാർഡനിൽ. അപ്പം നമ്മുടെ ചെമ്പരത്തി ടീ, ഹിബിസ്കസ് ടീ, അത് കുടിക്കാൻ പോവുകയാണ്. ഇത് വയലറ്റ് കളറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു കാഴ്ചയെ തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് തോന്നുകയും ചെയ്യും. അടുത്തതായി ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ഡ്രസ്സുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പം 2 പുലികളി ഡ്രസ്സുകൾ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഏതിടണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ലേഡീസും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം ഇത്, ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത്. ഞാൻ പലപ്പോഴും പല ഡ്രസ്സുകളിട്ട് നോക്കിയിട്ട് അതിലൊരെണ്ണം സെലക്ട് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ക്യുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിനകത്ത് നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വെയിറ്റൊക്കെ കൂടി വരികയായത് കൊണ്ട് ഇപ്പം കുടിച്ച് നോക്കാമെന്ന് ഓർത്താണ്. ക്യുക്കുംബർ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനൊരു പ്രത്യേക തരം മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൽ എണ്ണയൊക്കെ കുറച്ചുണ്ടാക്കാമെന്ന് വെച്ചിട്ട് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഞാൻ കുറേ നാൾ കൂടിയാട്ടോ ഈ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിരുന്ന് വെറുതെ കേടായി പോകണ്ടെന്ന് ഓർത്തെടുത്ത് യൂസ് ചെയ്യുകയാണ്. ഞാൻ പിന്നെ റെഡിയായിട്ട് പുറത്തേക്ക് ഞാൻ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ആ 2 ടോപ്സിൽ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. വീട്ടിലിരിക്കുമ്പം എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോയില്ലെങ്കിൽ ശരിക്കും ഒരു ഡേ തന്നെ വേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് പോകും. നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതലായിട്ട് ഒരു വണ്ടി ഇരുന്നുണ്ട് പുറകിൽ നിന്ന്. ഒന്ന് തിരിക്കട്ടെ. ഈ ഒരു യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോകാം. സാധാരണ നാട്ടിൽ ഈ ജെൻസ് മാത്രം പുറത്തേക്ക് പോകും, ആണുങ്ങൾ പുറത്തേക്ക് പോകും, ലേഡീസ് വീട്ടിലിരിക്കും. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല. ഇവിടെ ലേഡീസും ജെൻസും അവർ കപ്പിൾസ് ആണെങ്കിലും ഒരുമിച്ചാണ് അവരെല്ലാം പുറത്തേക്ക് പോകുന്നത്. എല്ലാവരും ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലിരിക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും ഇവിടെ. നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടക്കണം എന്നൊക്കെ തോന്നും കേട്ടോ. നാട്ടിൽ വന്നാലും ഞാൻ എങ്ങോട്ടേലുമൊക്കെ യാത്രകളിലായിരിക്കും. ഞാൻ ടൗണിൽ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണേ. ഇവിടെ ഒരു വനം പോലത്തെ ഒരു സ്ഥലമാണ്. അതിനടുത്ത് ഇങ്ങനെ ഒരു കനാൽ പോലൊക്കെ ഉണ്ട് കേട്ടോ. കനാലല്ല, കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കണ്ടോ? ഇവിടുത്തെ കാടുകൾ എന്ന് പറയുമ്പോൾ വെറും കാടാണ്. നമ്മുടെ നാട്ടിലെ പോലെ വനമല്ല.